നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോവ്. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷന്റെ അക്രഡിറ്റേഷൻ കിലയ്ക്ക് ലഭിച്ചു. അംഗീകാരം ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സിവിൽ പരിശീലന കേന്ദ്രമായി കില. കുടുംബശ്രീ 27ാം വാർഷികാഘോഷവും സംസ്ഥാനതല അവാർഡ് വിതരണവും നിർവഹിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡ് പുനർവിഭജനം കരട് വിജ്ഞാപനം മെയ് 27-ന് പുറപ്പെടുവിക്കാൻ തീരുമാനിച്ച് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. മാലിന്യം വലിച്ചെറിയൽ സിംഗിൾ വാട്സ്ആപ്പ് സംവിധാനത്തിലൂടെ സംസ്ഥാനത്ത് ഇതുവരെ പിഴ ചുമത്തിയത് 30.67 ലക്ഷം രൂപ. കേന്ദ്ര കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷന്റെ അക്രഡിറ്റേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ സിവിൽ പരിശീലന കേന്ദ്രമായി കില. അക്കാദമികവും സ്ഥാപനപരവുമായ മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാണ് മിഷൻ കർമ്മയോഗിയുടെ കീഴിൽ സ്ഥാപിതമായ കേന്ദ്ര കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷന്റെ അക്രഡിറ്റേഷൻ അംഗീകാരത്തിനായി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കിലയെ തിരഞ്ഞെടുത്തത്. ഈ മാസം 15-16 തീയതികളിലായി കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷന്റെ കിലയിൽ നടത്തിയ ഓൺ സൈറ്റ് അസസ്മെന്റിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അംഗീകാരം ലഭിച്ചത്. കിലയ്ക്ക് ലഭിച്ച അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ IAS ഏറ്റുവാങ്ങി. രാജ്യത്തെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങളുടെ പരിശീലന മികവ്, പരിശീലന ആവശ്യകത വിലയിരുത്തൽ, പരിശീലന രൂപകൽപ്പന, ഫാക്കൽറ്റികളുടെ വൈദഗ്ധ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, പരിശീലനാർത്ഥികൾക്കുള്ള പിന്തുണ, പരിശീലന വിലയിരുത്തലും ഗുണമേന്മ ഉറപ്പാക്കലും മറ്റ് സ്ഥാപനങ്ങളുമായുള്ള സംയോജിത പ്രവർത്തനം എന്നിങ്ങനെയാണ് അംഗീകാരത്തിനായി വിലയിരുത്തുന്നത്. ദേശീയതലത്തിൽ നിലവിൽ 182 സ്ഥാപനങ്ങൾക്കാണ് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷൻ 2021 ഏപ്രിൽ ആരംഭിച്ചത് മുതൽ പരിശീലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുകൾ നടത്തി വരികയാണ്. CBSEയുടെ അംഗീകാര ചട്ടക്കൂടായ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ സിവിൽ സർവീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിശീലന സ്ഥാപനങ്ങൾക്ക് ഒരു അടിസ്ഥാന നിലവാരം നിശ്ചയിക്കുക മാത്രമല്ല, ആഗോളതലത്തിലെ മികച്ച സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെടുത്തി അഭിലഷണീയമായ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് വിവിധ പരിശീലന സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുന്നത്. ഈ അംഗീകാരം ലഭിച്ചതിലൂടെ കേന്ദ്ര കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്ലാൻ മുഖേന ഉയർന്ന നിലവാരമുള്ള പരിശീലനങ്ങൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സഹായം കിലയ്ക്ക് ലഭ്യമാകും. കേരളത്തിന്റെ വികസന മാതൃകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാതൃകാപരമായ ഇടപെടലുകളും വിവിധ പരിശീലനങ്ങളിലൂടെ ദേശീയ തലത്തിൽ ഉയർത്തി കാണിക്കാനും ഇത് സഹായകമാവും. കൂടാതെ കിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പരിശീലനം നടത്തുന്നതിനും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പരിശീലനാർത്ഥികൾക്ക് കിലയിൽ നിന്ന് പരിശീലനം ലഭിക്കുന്നതിനുമുള്ള അവസരവും ലഭിക്കും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനും കഴിയും. കുടുംബശ്രീ 27ാം വാർഷികാഘോഷം, സംസ്ഥാനതല അവാർഡ് വിതരണം എന്നിവയുടെ ഉദ്ഘാടനവും K-ലിഫ്റ്റ് ഉപജീവന ക്യാമ്പയിൻ പൂർത്തീകരണ പ്രഖ്യാപനവും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് നിർവഹിച്ചു. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ അധ്യക്ഷനായി. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി മുഖ്യാതിഥിയായി. K-ലിഫ്റ്റ് ഉപജീവന ക്യാമ്പയിനിന്റെ ഭാഗമായി ഒരു വർഷത്തിനുള്ളിൽ കുടുംബശ്രീ മുഖേന 3,06,862 അയൽക്കൂട്ടംഗങ്ങൾക്ക് കാർഷികേതര ഉൽപാദന സേവന വ്യാപാര മേഖലകളിൽ സ്വയം തൊഴിലും വേതനാധിഷ്ഠിത തൊഴിലും ലഭ്യമാക്കാൻ കഴിഞ്ഞുവെന്ന് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. വിജ്ഞാന കേരളം പദ്ധതിയുമായും KDISCുമായും സഹകരിച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 ലക്ഷം മരുന്നുകൾ കൂടി പ്രാദേശിക തലത്തിൽ വിവിധ മേഖലകളിലായി തൊഴിൽ ലഭ്യമാക്കും. കുടുംബശ്രീ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിൽ മികച്ച ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഗ്രീൻ ഫെലോഷിപ്പിന്റെ വിതരണോദ്ഘാടനവും മന്ത്രി എം.പി. രാജേഷ് നിർവഹിച്ചു. 17 വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ക്യാഷ് അവാർഡ്, മെമന്റോയും സർട്ടിഫിക്കറ്റും അടങ്ങിയതായിരുന്നു അവാർഡുകൾ. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ സ്വാഗതവും കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലാ മിഷൻ കോർഡിനേറ്റർ രമേഷ് G. നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡ് പുനർവിഭജനം കരട് വിജ്ഞാപനം മെയ് 27-ന് പുറപ്പെടുവിക്കാൻ തീരുമാനിച്ച ഡീലിമിറ്റേഷൻ കമ്മീഷൻ. 182 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിലവിൽ 2080 വാർഡുകളാണ് ഉള്ളത്. പുനർവിഭജനത്തിന് ശേഷം അവ 2167 വാർഡുകളാകും. ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണവും 2011 സെൻസസ് ജനസംഖ്യയുടെയും അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ പുനർവിഭജനം നടത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിലെ അംഗസംഖ്യ പുനർനിശ്ചയിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് റൂറൽ ഡയറക്ടർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. അതനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏറ്റവും കുറഞ്ഞത് 14 കൂടിയത് 24 വാർഡുകൾ ഉണ്ടാവും. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ മുഖേന കരട് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും പരാതികളും ജൂൺ 5 വരെ സ്വീകരിക്കും. പരാതികൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ നേരിട്ടോ രജിസ്റ്റേർഡ് തപാലിലോ നൽകാം. ഗ്രാമപഞ്ചായത്തുകളുടെ വാർഡ് വിഭജന അന്തിമ വിജ്ഞാപനം അച്ചടി വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാനായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അംഗങ്ങളായ ഡോക്ടർ എത്തൻ യു കേൽക്കർ, K. ബിജു, S. ഹരികിഷോർ, K. വാസുകി എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ 22 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തെക്ക് പടിഞ്ഞാറൻ ഉൾക്കടലിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. മധ്യകിഴക്കൻ അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിലായി മെയ് 21 ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ട് മെയ് 22 ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
തുടർന്ന് വടക്ക് ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി പ്രാപിക്കാനാണ് സാധ്യത. അതേസമയം കാലവർഷം തെക്കൻ അറബിക്കടൽ, മാലിദ്വീപ്, കന്യാകുമാരി മേഖല, ആൻഡമാൻ ദ്വീപ്, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ പിടികൂടുന്നതിനെ ആരംഭിച്ച സിംഗിൾ വാട്സ്ആപ്പ് സംവിധാനത്തിലൂടെ ലഭിച്ച പരാതികളിന്മേൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ഈ മാസം 17 വരെ ചുമത്തിയത് 30,67,000 രൂപ. ഇതിൽ 14,50,930 രൂപ ഇതിനകം ഈടാക്കി. ഇത്തരം പരാതികൾ അറിയിക്കാനുള്ള സിംഗിൾ വാട്സ്ആപ്പ് സംവിധാനം നിലവിൽ വന്ന ശേഷം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 7,921 പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. അതിൽ കുറ്റക്കാരെ തിരിച്ചറിയാനുള്ള വിവരങ്ങളുള്ള 4,772 പരാതികൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കുകയും 3,905 പരാതികൾ തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമലംഘനം നടത്തിയവരിൽ നിന്നും ഈടാക്കിയ പിഴയുടെ നിശ്ചിത ശതമാനം പരാതി സമർപ്പിച്ചവർക്കുള്ള പാരിതോഷികമായും നൽകും. ഇതിനകം 37 പേർക്കുള്ള പാരിതോഷികമായി 21,780 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നിയമലംഘനം നടത്തിയ 26 പേരുടെ മേൽ പ്രോസിക്യൂഷൻ നടപടികളും പുരോഗമിക്കുകയാണ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിയമലംഘനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സിംഗിൾ വാട്സ്ആപ്പ് സംവിധാനം കൊണ്ടുവന്നത്. 9446000800 എന്ന വാട്സ്ആപ്പ് നമ്പറാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പൊതുയിടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരുടെ മുഖമോ വാഹന നമ്പറോ മറ്റ് തിരിച്ചറിയൽ വിവരങ്ങളോ വ്യക്തമാകും വിധം ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ പകർത്തി പൊതുജനങ്ങൾക്ക് ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാം. ഈ പരാതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിശോധിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കും. നിയമലംഘനം കണ്ടെത്തിയാൽ ഇതിന്മേൽ ഈടാക്കുന്ന തുകയുടെ 25% പരമാവധി 2,500 രൂപ വരെ പരാതിക്കാർക്ക് ലഭ്യമാകുന്ന വിധത്തിലാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. മഴക്കാലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കൂടുതൽ രോഗപകർച്ചയ്ക്കും കാരണമായേക്കും. തൃശൂർ മുളങ്കുന്നത്തുകാവിലുള്ള കില ക്യാമ്പസിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടെ പ്രവർത്തിച്ചു വരുന്ന കില കോളേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേണൻസിലേക്ക് ഗസ്റ്റ് ലെക്ചർമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നേരിട്ടുള്ള അഭിമുഖം നടത്തുന്നു. 4 വർഷ UG പ്രോഗ്രാമിന് ഇംഗ്ലീഷ്, മലയാളം എന്നീ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുന്നതിനാണ് ഗസ്റ്റ് ലെക്ചർമാരെ തെരഞ്ഞെടുക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നെറ്റ് അഥവാ PhD യോഗ്യത ഉള്ളവരും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവരുമായിരിക്കണം. ഇംഗ്ലീഷ് അധ്യാപകർക്കുള്ള അഭിമുഖം ഈ മാസം 27-നും മലയാളം അധ്യാപകർക്കുള്ള അഭിമുഖം ഈ മാസം 28-നും ആയിരിക്കും. നിശ്ചിത യോഗ്യതയുള്ളവർ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പുകളും സഹിതം രാവിലെ 10 മണിക്ക് കില കോളേജിൽ എത്തിച്ചേരേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487 22074003 9633 69022. വെബ്സൈറ്റിലും വിവരങ്ങൾ ലഭ്യമാണ്. കോഴിക്കോട് ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ 68 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭേദഗതി ചെയ്ത പദ്ധതികൾക്ക് അംഗീകാരമായി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. ലഹരിമുക്ത കോഴിക്കോട് പദ്ധതി, അതിദരിദ്രർക്ക് വീട് നൽകുന്ന പദ്ധതി എന്നിവയ്ക്ക് പണം നീക്കിവെക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവയ്ക്ക് മുൻഗണന നൽകണമെന്ന് അധ്യക്ഷ യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ധനവിന്യാസവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ജില്ലയിൽ സംവാദം നടത്തുമെന്നും അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 11-ന് നടക്കുന്ന സംവാദത്തിൽ ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. ആസൂത്രണ സമിതി യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഏലിയാമ്മ നൈനാൻ, ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങൾ, തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CH സുരേഷ് നിർവഹിച്ചു. ഡെങ്കിപ്പനി പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം, ഉറവിടങ്ങൾ പരിശോധിക്കുക, വൃത്തിയാക്കുക, മൂടിവയ്ക്കുക സന്ദേശവുമായാണ് റാലി സംഘടിപ്പിച്ചത്. കോട്ടൂർ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യം, ദേശീയ ആരോഗ്യ ദൗത്യം, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ്, കോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK വിലാസിനി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KC ഷാജി ദിനാചരണ സന്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ KK സുജിത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിപാടിയോടനുബന്ധിച്ച് ബോധവൽക്കരണ റാലി, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊതുകുജന്യ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ മണ്ണ് പരിശോധനാ ലബോറട്ടറിക്ക് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസിന്റെ അംഗീകാരം. മണ്ണിലെ പ്രധാന ദ്വിതീയ സൂക്ഷ്മ മൂലകങ്ങളുടെ പരിശോധനയ്ക്കാണ് അംഗീകാരം. ജില്ലയിൽ ദേശീയ അംഗീകാരം ലഭിക്കുന്ന കൃഷി വകുപ്പിന്റെ ആദ്യ ലാബാണ് തീക്കൊടിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മണ്ണ് പരിശോധന ലാബറട്ടറി. NABL അംഗീകാര സർട്ടിഫിക്കറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, ജില്ലാ മണ്ണ് പരിശോധനാ ലബോറട്ടറി അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് VC സുബ്രഹ്മണ്യന് കൈമാറി. ജില്ലാ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV റീന, അംഗങ്ങളായ രാജീവ് പെരുമൺപുറ, മുക്കം മുഹമ്മദ്, സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് K സിവിഷ തുടങ്ങിയവർ പങ്കെടുത്തു. വിജ്ഞാന കേരളം പദ്ധതി സംഘടിപ്പിക്കാനിരിക്കുന്ന മെഗാ ജോബ് ഫെയറിന്റെ ഭാഗമായി റിസോഴ്സ് പേഴ്സൺമാരുടെ പരിശീലനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു. KV സുമേഷ് MLA പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു.
ജില്ലയിലെ തദ്ദേശ സ്ഥാപന പരിധിയിലെ DRPമാർ, കമ്മ്യൂണിറ്റി അംബാസഡർമാർ, ബ്ലോക്ക് മുനിസിപ്പൽ തല ജോബ് സ്റ്റേഷൻ ചുമതലക്കാർ, വിജ്ഞാന കേരളം പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് എന്നിവരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. ജൂൺ 21-ന് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുക. ജില്ലാതല മെഗാ ജോബ് ഫെയർ, എല്ലാ ആഴ്ചകളിലും സംഘടിപ്പിക്കുന്ന വെർച്വൽ ജോബ് ഫെയർ, പ്രാദേശിക ജോബ് ഫെയർ എന്നിവ വഴി അടുത്ത ജൂലൈ അവസാനത്തോടെ 20,000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ഇതോടനുബന്ധിച്ചുള്ള തദ്ദേശ സ്ഥാപനതല പരിശീലനം 82 കേന്ദ്രങ്ങളിൽ നടന്നുവരികയാണ്. വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത്ത്, PV രത്നാകരൻ, അനൂപ് പ്രകാശ്, DPM സൗമ്യ എന്നിവർ ക്ലാസ് എടുത്തു. പട്ടണക്കാട്, തൈക്കാട്ടുശ്ശേരി ബ്ലോക്കുകൾക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അനുവദിച്ച മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് മേരി ടെൽഷ്യ അധ്യക്ഷയായി. മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകൾ നൽകുന്ന പദ്ധതിയുടെ ഭാഗമാണ് പരിപാടി സംഘടിപ്പിച്ചത്. യൂണിറ്റുകൾക്ക് പുറമെ ജില്ലാടിസ്ഥാനത്തിൽ MSU മൊബൈൽ സർജിക്കൽ യൂണിറ്റ് കൂടി ഇതോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് മൊബൈൽ യൂണിറ്റിന്റെ പ്രവർത്തനം. ഇതിൽ ഒരു വെറ്ററിനറി ഡോക്ടർ, ഒരു അറ്റൻഡന്റ് കം ഡ്രൈവർ എന്നിവർ ഉണ്ടാവും. ചടങ്ങിൽ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജിത ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, സീനിയർ വെറ്ററിനറി സർജൻ രാജേഷ്, സെക്രട്ടറി ഇൻചാർജ് CA ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ന്യൂ ഇന്ത്യ ലിറ്ററസി പദ്ധതി ഉല്ലാസിന്റെ ഭാഗമായി റിസോഴ്സ് പേഴ്സൺമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KG സത്യൻ, ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ബിജുവിന് ഉല്ലാസ് 20 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 60 റിസോഴ്സ് പേഴ്സൺമാർക്കായിരുന്നു പരിശീലനം. ഉല്ലാസ് പദ്ധതി ചരിത്രം, പദ്ധതിയുടെ നേട്ടങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ PM അബ്ദുൽ കരീം ക്ലാസ് നയിച്ചു. മുതിർന്നവരുടെ ബോധനശാസ്ത്രം, നവകേരളത്തിലെ സാക്ഷരതാ പ്രവർത്തനങ്ങൾ എന്നീ വിഷയത്തിൽ ജില്ലാ റിസോഴ്സ് പേഴ്സൺമാരായ ബെന്നി ജോൺ, ദീപ രഘുനാഥ് എന്നിവരും ക്ലാസ് നയിച്ചു. സഹകരണം, തുറമുഖം, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ കോട്ടയം ജില്ലയിലെ വെച്ചൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച അംബേദ്കർ സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ CK ആശ MLA അധ്യക്ഷത വഹിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവിട്ടാണ് സാംസ്കാരിക നിലയം ഒരുക്കിയത്. ലൈബ്രറി സൗകര്യം കൂടി വരുന്നതോടെ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കും മേഖലയുടെ സാംസ്കാരിക വളർച്ചയ്ക്കും നിലയം പ്രയോജനപ്പെടും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാർ, വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിൻസി ജോസഫ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നിർമ്മാണം പൂർത്തിയാക്കിയ കോഴ-ഞീഴൂർ റോഡിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി നിർവഹിച്ചു. ഓൺലൈനായി നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ഞീഴൂർ വിശ്വഭാരതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മണ്ഡലതല ചടങ്ങിൽ അഡ്വക്കേറ്റ് മോർസ് ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ശിലാഫലകം അനാച്ഛാദനവും MLA നിർവഹിച്ചു. 6 കോടി രൂപ ചെലവഴിച്ച് BMBC നിലവാരത്തിലാണ് കോഴ-ഞീഴൂർ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീകല ദിലീപ്, മിനി മത്തായി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക്. അഡ്വക്കേറ്റ് മോർസ് ജോസഫ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 85 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നിലകളിലായി സൗകര്യപ്രദമായ മുറികളോട് കൂടിയ മന്ദിരമാണ് നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ താഴത്തെ നിലയുടെ പണികൾ പൂർത്തിയായി കഴിഞ്ഞു. 1ാം നിലയിലെ ശുചിമുറിയുടെ പണികൾ പൂർത്തിയാകാനുണ്ട്. 3964 ചതുരശ്ര അടിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നാണ് പുതിയ മന്ദിരം പണിയുന്നത്. കൊടുവള്ളി നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗം വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ വെള്ളറ അബ്ദു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫീന സമീർ, കൗൺസിലർമാരായ ഷെരീഫ കണ്ണടിപ്പൊയിൽ, ഹഫ്സത്ത് ബഷീർ, KM സുഷീനി, KK പ്രീത, ഷബ്ന നാസർ, ഷബ്ന നവാസ്, നഗരസഭാ സൂപ്രണ്ട് TP സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മുക്കം നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് മേധാവികളുടെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും യോഗം ചേർന്നു. മെയ് 30-നകം എല്ലാ ഡിവിഷനുകളിലും വിപുലമായ ജനപങ്കാളിത്തത്തോടെ ജാഗ്രത സമിതി യോഗങ്ങൾ സംഘടിപ്പിക്കാനും വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട ജാഗ്രത സമിതി പ്രവർത്തനം സജീവമാക്കാനും തീരുമാനിച്ചു. മുഖം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മറ്റ് ജനപ്രതിനിധികൾ, പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷൻ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് ബാബു സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ മജീദ് നന്ദിയും പറഞ്ഞു. പുരാവസ്തു വകുപ്പിന്റെ മുരിക്കഞ്ചേരി കേളു സ്മാരകത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മ്യൂസിയം പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. കണ്ണൂർ കാലത്തിനൊപ്പം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുരിക്കഞ്ചേരി കേളു സ്മാരകം നിർമ്മിക്കുന്നത്. അന്തർദേശീയ മ്യൂസിയം ദിനത്തിൽ നിർമ്മാണത്തിന് തുടക്കം കുറിക്കാനായത് ചരിത്ര നിയോഗമാണെന്നും ദിനാചരണത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംസ്ഥാനത്തൊട്ടാകെ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, പുരാവസ്തു വകുപ്പ് ഡയറക്ടർ E. ദിനേശൻ, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ചാലത്തോട് ശുചീകരണം മ്യൂസിയം പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരളം ജില്ലാ മിഷൻ, ജനകീയ സമിതി എന്നിവർ ചേർന്ന് ചാലത്തോടിന്റെ ചെമ്പിലോട് KV പീടിക മുതൽ നാടാൽ പാലം വരെയുള്ള 7 കിലോമീറ്ററാണ് വൃത്തിയാക്കുന്നത്. പുഞ്ചിരിമുക്ക്, മണിയലം ചിറ, ചാല, മിംസ് മുതൽ നടാൽ പാലം വരെ
എന്നിങ്ങനെ 4 റീച്ചുകളിലായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുക. ജനകീയ സമിതി പ്രവർത്തകർക്ക് പുറമെ ചാലിയം സ്കൂൾ SPCA അംഗങ്ങൾ, ചാല, തട്ടാങ്കുനി മദ്രസകളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 200ഓളം പേരാണ് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെയ് 11 ജനകീയ നടത്തവും 17 4 കേന്ദ്രങ്ങളിൽ ദീപം തെളിക്കലും ഉണ്ടായിരുന്നു. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ദാമോദരൻ, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സുരേഷൻ, ഹരിത കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ സോമശേഖരൻ, റിസോഴ്സ് പേഴ്സൺ K. നാരായണൻ, K. ബാബുരാജ്, KV ചന്ദ്രൻ, MV നികേഷ്, T. രതീശൻ, N. ബാലകൃഷ്ണൻ, OP രവീന്ദ്രൻ, CP അശോകൻ എന്നിവർ സംസാരിച്ചു. മഴക്കാലം മുൻനിർത്തി 40 അംഗങ്ങളടങ്ങുന്ന പ്രത്യേക കർമ്മസേന രൂപവൽക്കരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ആരോഗ്യമുള്ള യുവാക്കളെ ഉൾപ്പെടുത്തിയാണ് സേനയുണ്ടാക്കേണ്ടത്. വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തിരഞ്ഞെടുത്ത യുവാക്കൾക്ക് ചുമതല നൽകി പരിശീലനവും നൽകണം. ജൂൺ ആദ്യവാരം മുതൽ കർമ്മസേന സജ്ജമാക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. മഴക്കാല ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് ദുരന്തസാധ്യത പ്രദേശങ്ങളിലുള്ളവരുടെ പട്ടിക തദ്ദേശ സ്ഥാപന തലത്തിലും വില്ലേജ് തലത്തിലും പുതുക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഈ നിർദ്ദേശവും വന്നിട്ടുള്ളത്. മഴക്കാലക്കെടുതികളുടെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കേണ്ടി വന്നാൽ ഇവിടങ്ങളിൽ പോലീസും അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർക്കുമൊപ്പം പ്രവർത്തിക്കേണ്ട ചുമതലയും കർമ്മസേനയ്ക്കുണ്ട്. അതാത് വാർഡുകളിൽ കർമ്മസേനയിൽ അംഗങ്ങളാവാൻ താല്പര്യമുള്ളവർ വാടക മുഖേന വിവരം തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം. ഇതനുസരിച്ച് പഞ്ചായത്തുകൾ നഗരസഭയും പട്ടിക തയ്യാറാക്കും. അതിൽ നിന്ന് പ്രായം, ആരോഗ്യം എന്നിവ കണക്കിലെടുത്താണ് കർമ്മസേനയെ തിരഞ്ഞെടുക്കുക. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ ആദ്യ ആഴ്ചയിൽ ചേരുന്ന പ്രത്യേക ജില്ലാതല അവലോകന യോഗത്തിലായിരിക്കും ഇവരുടെ മറ്റ് ചുമതലകൾ നിശ്ചയിക്കുക. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. സംസ്ഥാനത്തിനുള്ളിൽ ശേഖരിക്കപ്പെടുന്ന പുനഃചംക്രമണ യോഗ്യമായ പാഴ്വസ്തുക്കളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റി പുനരുപയോഗ സാധ്യമായ ഉൽപ്പന്നങ്ങളാക്കി ഉൽപ്പാദിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പത്തനംതിട്ട ജില്ലയിൽ കുന്നന്താനത്ത് ജില്ലാ പഞ്ചായത്തും ക്ലീൻ കേരള കമ്പനിയും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ പാർക്ക്. ഇതിനായി 1 ഏക്കർ സ്ഥലം കിങ്ഫ്ര പാർക്കിൽ നിന്നും ലീസിനെടുക്കുകയും അതിൽ 10,000 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു പ്ലാന്റ് സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഭൂമി വില ഉൾപ്പെടെ 8.39 കോടി രൂപയാണ് ചെലവായിട്ടുള്ളത്. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ RKI ഫണ്ടിൽ നിന്നും 6.40 കോടി രൂപയും ജില്ലാ പഞ്ചായത്തിൽ നിന്നും 1.80 കോടി രൂപയും ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും 20 ലക്ഷം രൂപയുമാണ് കമ്പനിക്ക് ലഭിച്ചത്. $66 ലക്ഷം വിലമതിക്കുന്ന മെഷീനുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പഞ്ചായത്തുകളിലെ FCFകളിൽ നിന്നെത്തിക്കുന്ന തരംതിരിച്ച മാലിന്യം പ്ലാന്റിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധ മെഷീനുകളിലൂടെ കടത്തിവിട്ട് ക്ലീനിംഗ്, ഷ്രെഡിംഗ് പ്രോസസ്സുകൾ നടത്തി തരികളാക്കി മാറ്റുന്നു. ഈ ഗ്രാന്യൂൾസ് ഉപയോഗിച്ച് പൂച്ചട്ടി, ബക്കറ്റ്, മഗ് തുടങ്ങിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കും. പ്ലാസ്റ്റിക് മാലിന്യം ഫലപ്രദമായി റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന ആദ്യ പൊതുമേഖലാ സംരംഭമാണ് കുന്നന്താനം. കിങ്ഫ്ര പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ള ഗ്രീൻ പാർക്കിൽ വിവിധ വകുപ്പുകളുടെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സജ്ജമാക്കിയിട്ടുണ്ട്. $50,000 ലിറ്ററിന്റെ മഴവെള്ള സംഭരണി, വാട്ടർ റീസൈക്ലിംഗ് യൂണിറ്റ്, അഗ്നിശമന സംവിധാനം എന്നിവയും പ്ലാന്റിന്റെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ എല്ലാ ഭവനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന പ്രവർത്തനം വിജയിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പാഴ്വസ്തുക്കൾ പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്ന പ്രവണത അവസാനിപ്പിച്ച് സമ്പൂർണ്ണ മാലിന്യമുക്ത നവകേരളത്തിലേക്ക് നാം നീങ്ങുകയാണ്.
കേരളത്തിന്റെ കാർഷിക ഭൂമികയിൽ സ്ഥിര സാന്നിധ്യം ഉറപ്പിക്കുകയാണ് കുടുംബശ്രീ. കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിലൂടെ വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണം കൈവരിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ മേഖലയിൽ കുടുംബശ്രീ നടത്തിവരുന്നത്. 4 മുതൽ 10 വരെ അയൽക്കൂട്ടംഗങ്ങൾ ഉൾപ്പെടുന്ന കൂട്ടുത്തരവാദിത്ത കൃഷി സംഘങ്ങൾ അഥവാ JLGകളാണ് കാർഷിക മേഖലയുടെ നട്ടെല്ല്. ഇവർ നടത്തുന്ന കൃഷിക്കും ഉൽപ്പന്ന വിപണനത്തിനുമെല്ലാം കുടുംബശ്രീ പരിശീലന പിന്തുണാ സഹായങ്ങൾ നൽകി വരുന്നു. കഴിഞ്ഞ 9 വർഷങ്ങൾ കൊണ്ട് 42,000-ലേറെ കൃഷി സംഘങ്ങളിലൂടെ 2.25 ലക്ഷത്തിലേറെ അയൽക്കൂട്ടംഗങ്ങളാണ് കാർഷിക മേഖലയിലേക്ക് എത്തിയത്. ആകെ 95,000-ലേറെ കൃഷി സംഘങ്ങളിലൂടെ 4.25 ലക്ഷത്തോളം അയൽക്കൂട്ടംഗങ്ങൾ 20,000 ഹെക്ടർ സ്ഥലത്ത് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നു. ഇവർക്ക് എല്ലാവിധ സഹായവും നൽകുന്നതിന് കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാരെ കുടുംബശ്രീ നിയോഗിച്ചിട്ടുണ്ട്. കുടുംബശ്രീ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പ്രാദേശിക വിപണനത്തിനെത്തിക്കുന്ന കിയോസ്കുകളായ നേച്ചേഴ്സ് ഫ്രഷ് അഗ്രി കിയോസ്ക്, പ്രൊഡ്യൂസർ ഗ്രൂപ്പുകൾ, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകൾ എന്നിവയെല്ലാം ഈ പദ്ധതി പ്രവർത്തനങ്ങളിൽ പ്രധാനമാണ്. 2016 മുതൽ 5,000-ഓളം കാർഷിക സംരംഭങ്ങളാണ് കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് വിഭാഗത്തിന് കീഴിൽ രൂപീകരിച്ചത്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണവും വിപണനവും സംസ്കരണവും നിർവഹിക്കുന്ന 880 പ്രൊഡ്യൂസർ ഗ്രൂപ്പുകളാണ് നിലവിലുള്ളത്. 18,000-ഓളം അയൽക്കൂട്ടംഗങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ അംഗങ്ങളുമാണ്. ഗുണമേന്മയുള്ള സസ്യത്തൈകൾ മിതമായ നിരക്കിൽ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന ജൈവിക പ്ലാന്റ് നഴ്സറികൾ, ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്ന ബയോ ഫാർമസികൾ, പൂന്തോട്ട നിർമ്മാണവും പരിപാലനവും നടത്തുന്ന ഗ്രീൻ കാർപ്പറ്റ് യൂണിറ്റുകൾ എന്നിങ്ങനെ ശ്രദ്ധേയമായ സംരംഭ പ്രവർത്തനങ്ങളും നിരവധിയാണ്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഓരോ കുടുംബത്തിലും വളർത്തുന്നതിനായി 30 ലക്ഷത്തിലേറെ വീടുകളിൽ അഗ്രി ന്യൂട്രി ഗാർഡനുകൾ അഥവാ കാർഷിക പോഷക ഉദ്യാനങ്ങളും രൂപീകരിച്ചു കഴിഞ്ഞു. KTAP അഥവാ കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രമുഖ കാർഷിക ഗവേഷണ സാങ്കേതിക സ്ഥാപനങ്ങളിൽ നിന്നും 180 സാങ്കേതിക വിദ്യകൾ കുടുംബശ്രീ സ്വന്തമാക്കിയിട്ടുണ്ട്. 49 വനിതകൾക്ക് ഡ്രോൺ പരിശീലനം, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവുമായി ചേർന്ന് പുനർജീവനം കാർഷിക സംരംഭകത്വ പരിശീലന പരമ്പരയും നടപ്പിലാക്കി വരുന്നു. കൂടാതെ കുടുംബശ്രീ കാർഷിക സംരംഭ പ്രവർത്തനങ്ങൾ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന് കോളേജുകളുമായി സഹകരിച്ച് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ് കൂട്ടായ്മകളും കുടുംബശ്രീ സംഘടിപ്പിച്ചു വരുന്നു. അടുത്തതായി നമുക്ക് സംസാരിക്കാം. തൃശൂർ ജില്ലയിലെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നഗരത്തിന്റെ എല്ലാ സവിശേഷതകളുമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്. സാമാന്യം വലിയൊരു പഞ്ചായത്താണ് ഞങ്ങളുടേത്. 18 വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ സർക്കാരിന്റെ നവകേരള സൃഷ്ടിക്കായി സർക്കാരിന്റെ എല്ലാ ഗൈഡ് ലൈനുകളും പാലിച്ചുകൊണ്ട് ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഈ 4 വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പഞ്ചായത്തിനുള്ള ഫണ്ടും പഞ്ചായത്തിന് കിട്ടുന്ന ഗ്രാൻറ്റും അതേപോലെ തന്നെ നമുക്ക് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതങ്ങൾ, MLA-യുടെ വിഹിതം, MLA ഒരുപാട് പദ്ധതികൾ ഈ പഞ്ചായത്തിലേക്കായിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ 72 കോടിയുടെ 3 റോഡാണ് ഇപ്പോൾ നമുക്ക് അടുത്ത LRRP പദ്ധതി പ്രകാരം തന്നിട്ടുള്ളത്. ഈ ഫണ്ടുകളെല്ലാം ഉപയോഗിച്ച് എല്ലാ വാർഡിന്റെ വികസനം 18 വാർഡിന്റെ വികസനം ഒരേപോലെ നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സർക്കാരിന്റെ വളരെ ഏറ്റവും നല്ലൊരു പദ്ധതിയായിട്ടാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ നവംബർ 1-ന് കേരളം അതിദരിദ്രമില്ലാത്ത കേരളമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ 941 പഞ്ചായത്തിലും നമ്മൾ അതിദരിദ്ര എണ്ണം കണ്ടെത്തി അതിനുള്ള പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. വാർഡുതല സമിതി കൂടി ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോ പഞ്ചായത്തും അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയത് 12 കുടുംബങ്ങളെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ 10 കുടുംബങ്ങളാണുള്ളത്. 2 കുടുംബങ്ങളിലുള്ളവർ മരിച്ചുപോയി, ആരും തന്നെ ഇല്ല. അപ്പൊ 10 കുടുംബങ്ങളുണ്ട്. ഈ 12 കുടുംബങ്ങളെ നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിച്ചു പോരുകയാണ്. 3.5 ലക്ഷം രൂപയാണ് നമ്മൾ ചെലവഴിച്ചിട്ടാണ് അവർക്ക് വീടിന്റെ റിപ്പയറിങ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇപ്പൊ 2 വീടിന്റെ റിപ്പയറിങ് നടത്തി, 3-ാമത്തെ വീടിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ടെൻഡറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതിന്റെ റിപ്പയറിങ് വലിയ തോതിലാണ്. 2 ലക്ഷം രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. മറ്റേ 50,000 രൂപയായിരുന്നു.
അങ്ങനെ വീട് റിപ്പയറിന് വേണ്ടവർക്ക് വീട് റിപ്പയറിന് കൊടുത്തു. ഒരു കുട്ടിക്ക് വീട് ഉണ്ടായിരുന്നില്ല, ഒരു അതിദരിദ്ര കുടുംബത്തിന് നമുക്ക് വീട് ഉണ്ടായിരുന്നില്ല, അവർക്ക് നമ്മൾ ലൈഫിൽ നിന്ന് വീട് അവർക്ക് അനുവദിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു വീടിന്റെ ഒരു ബുദ്ധിമുട്ട് അവരെ തീർന്നു. പിന്നെ മരുന്നിന്റെ ആവശ്യക്കാരുണ്ടായിരുന്നു, അത് നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രത്തില് നമ്മൾ അവിടുന്നുള്ള മരുന്ന് കൂടാതെ ഇപ്പൊ നമ്മൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അതിദരിദ്രര് വന്ന് പറയണം, അവര് വേറെ ഡോക്ടർമാരെ കാണുമ്പോൾ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു മെന്റൽ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ന്യൂറോന്റെ ഡോക്ടർ, ഹാർട്ടിന്റെ ഒരു ഡോക്ടറെ ഒക്കെ കാണുമ്പോൾ അവർക്ക് പുറത്തേക്ക് മരുന്ന് എഴുതുകയാണ്. മരുന്ന് മെഡിക്കൽ കോളേജിൽ ചിലത് ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരികയാണ്. ഈ വിവരം നമ്മുടെ അടുത്ത് അവർ റിപ്പോർട്ട് ചെയ്യുകയും നമ്മൾ ഉടനെ തന്നെ പ്രൊജക്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അതിദരിദ്രര് മരുന്ന് വേണ്ടവരുടെ ലിസ്റ്റ് നമ്മൾ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട്. അവരവിടെ വരുമ്പോ ഡോക്ടറെ കണ്ടിട്ടുള്ള പ്രിസ്ക്രിപ്ഷനും കൊണ്ടുവരുമ്പോൾ അത് പുറത്തുനിന്ന് ഈ പ്രൊജക്റ്റിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങിച്ചു കൊടുക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. 1.5 ലക്ഷം രൂപയാണ് നമ്മളിപ്പോ ഇതിനായിട്ട് ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു കാര്യത്തിനായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഇത് ആശാവർക്കർമാര് അവരെ വീടുകളിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതായത് വാർഡിലെ ആശാവർക്കർമാര് അവരെ വീടുകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. വളരെയേറെ കർഷകരും ഏറെ കർഷക തൊഴിലാളികളുമുള്ള ഒരു പഞ്ചായത്താണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്. വളരെ നല്ല കർഷകർ ഈ പഞ്ചായത്തിലുണ്ട്. ഉണ്ണികൃഷ്ണൻ വടക്കഞ്ചേരിയൊക്കെ പോലെയുള്ള നാഷണൽ അവാർഡ് കിട്ടിയ, അതായത് കൃത്യത കൃഷിക്കാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. അപ്പൊ അങ്ങനെ ധാരാളം കർഷകര് അദ്ദേഹത്തെ കൂടാതെ തന്നെ നമ്മുടെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലുണ്ട്. 266 ഹെക്ടർ സ്ഥലത്താണ് നമ്മൾ നെൽകൃഷി ചെയ്യുന്നത്. അപ്പൊ ഈ നെൽകൃഷി ചെയ്യാനായിട്ട് മുന്തയിലും വിരിപ്പും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു 12 ഹെക്ടർ സ്ഥലത്താണ് വിരിപ്പ് കൃഷി ചെയ്യുന്നത്, മറ്റേ മുണ്ടകനാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇവിടേക്കൊക്കെയുള്ള വിത്തുകൾ, ഇത്രയും ഹെക്ടർ സ്ഥലത്തേക്കുള്ള കംപ്ലീറ്റ് വിത്ത് സൗജന്യമായിട്ടാണ് പഞ്ചായത്ത് കൊടുക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കർഷകർക്ക് വിത്ത് നമുക്ക് വിതരണം ചെയ്യാം. അതുപോലെ തന്നെ കുമ്മായി ആയാലും നെൽകൃഷി വികസനത്തിനായാലും അതുപോലെ ഉഴവുകൂലി ആയാലും നെൽകൃഷിക്കുള്ള കൂലിച്ചെലവായിട്ടും അങ്ങനെ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളാണ് പഞ്ചായത്ത് വയ്ക്കുന്നത്. ഒരു വർഷം മിനിമം ഒരു 56 ലക്ഷത്തിന്റെ പദ്ധതി നമ്മൾ വെക്കുന്നുണ്ട്. ഈ 4 വർഷമായിട്ട് 2.25 കോടിയിലധികം നമ്മൾ ഈ ഉൽപാദന രംഗത്ത് തന്നെ നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് വിവിധ പദ്ധതികളായിട്ട്. പച്ചക്കറി, വാഴ, അതുപോലെ തന്നെ ജാതി, കവുങ്ങ്, തെങ്ങ്, കുരുമുളക്, ഇതൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകർ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിനും നമ്മൾ വളരെയേറെ പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. നമ്മൾ നാളികേര കൃഷിക്കാണെങ്കിൽ അവർക്ക് നമ്മൾ വളം കൊടുക്കുന്നുണ്ട്. നാളികേരത്തിന് നമ്മൾ ആ കൃഷിക്കുള്ള വളം നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തെങ്ങിന് കേട് വന്ന തെങ്ങ് മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ധനസഹായം കൊടുക്കുന്നുണ്ട്. പകരം നമ്മൾ തയ്യ് അവിടുന്ന് കൊടുക്കുന്നുണ്ട്. കുരുമുളക് വള്ളി എല്ലാ വർഷവും നമ്മൾ കുരുമുളക് വള്ളികൾ കർഷകർക്ക് വിതരണം ചെയ്യുന്നു. അതേപോലെ തന്നെ വാഴകള്, വാഴക്കന്നുകൾ, കൂടാതെ തന്നെ വിവിധ ഫലവൃക്ഷങ്ങൾ, പലപ്പോഴായിട്ട് നമ്മൾ ഫലവൃക്ഷങ്ങൾ ഒരു പൈസയില്ലാതെ സൗജന്യമായിട്ട് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ വനിതകൾക്ക് പച്ചക്കറി തോട്ടം, എല്ലാ തരത്തിലുള്ള ജൈവ കീടനാശിനി വളങ്ങളും വിത്തുകളും, ചിലപ്പോൾ അത് തൈകളാവും, പച്ചക്കറി തൈകളാവും, ചിലപ്പോൾ അത് വിത്താവും, ഹൈബ്രിഡ് നല്ല ഇനത്തിൽ. അപ്പോൾ വനിതകൾക്കുള്ള ഒരു പച്ചക്കറി തോട്ടം എന്നുള്ള പദ്ധതി നമ്മൾ വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ചെടിച്ചട്ടി പോലത്തെ വലിയ ചട്ടികൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ വിതരണം ചെയ്തിട്ടുള്ള ഇതാണ്. അതിന് 8 ലക്ഷമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നല്ലൊരു സംഖ്യ വെച്ചിട്ടുണ്ട്. അതിൽ പച്ചക്കറി തൈ അടക്കമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പോട്ടിംഗ് മിക്സർ അതിൽ ഫില്ല് ചെയ്തിട്ട് ഈ പച്ചക്കറി തൈകൾ 3-4 തരം പച്ചക്കറി തൈകൾ അതിൽ വെച്ചുകൊണ്ട് നമ്മൾ വളം കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു യൂണിറ്റ് 10 ചട്ടിയാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു ചാക്ക് വളം ഉണ്ടാവും, അതിൽ തൈകൾ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് 8 ലക്ഷമാണ് നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ചത്. അത് വനിതകൾക്ക് നമ്മൾ 10 എണ്ണം വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് വാർഡുകളിലേക്ക്. അതുപോലെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ്, കൂടാതെ തന്നെ അവർക്ക് ഈ ജലസേചന സൗകര്യങ്ങളും അതേപോലെ തന്നെ വെള്ളം എത്തിക്കാനും, വെള്ളം കൂടുതലുള്ള സ്ഥലത്തു നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് എത്തിക്കാനും VCB 55 ലക്ഷത്തിന്റെ VCB, പഴമുക്ക് VCB ഒക്കെ MLA പൈസ വെച്ചിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ 15 പാടശേഖരങ്ങൾക്ക് ആവശ്യമായ പമ്പ് സെറ്റ്, അതേപോലെ തന്നെ അവർക്ക് വേണ്ട മോട്ടോർ, ഇതൊക്കെ ബ്ലോക്കിൽ നിന്നാണ്. ഞങ്ങൾ ഈ പമ്പ് സെറ്റും ഇത് ഞങ്ങൾ കൊടുക്കാറില്ല, അതൊക്കെ ബ്ലോക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഒരു സവിശേഷത പറയാൻ, ഈ കൊല്ലത്തെ ഞങ്ങൾക്ക് ക്ഷീരഗ്രാമം പദ്ധതി, ഈ ക്ഷീരഗ്രാമം പദ്ധതി 20 ലക്ഷം ഡിപ്പാർട്ട്മെന്റാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ 10 ലക്ഷം ഡിപ്പാർട്ട്മെന്റും 10 ലക്ഷം പഞ്ചായത്ത് വെക്കാൻ തയ്യാറുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ MLA കൃത്യമായ ഇടപെടൽ മൂലം ഞങ്ങൾക്ക് ക്ഷീരഗ്രാമം പദ്ധതി ഇപ്രാവശ്യം കിട്ടി. അതേപോലെ തന്നെ ഈ ക്ഷീരകൃഷിനെ പ്രോത്സാഹിപ്പിക്കാൻ മൃഗങ്ങളെ നമ്മൾ വനിതകൾക്ക്, പൂത്തുംകുട്ടികൾ, അതേപോലെ ആടിനെ നമ്മൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കൊരു വരുമാനം ആയിക്കോട്ടെ വെച്ചിട്ട് ആടുംകുട്ടികളെ കൊടുക്കുന്നുണ്ട്.
പോത്തുംകുട്ടികളെ കൊടുക്കുന്നുണ്ട്. അവർക്ക് പച്ചക്കറി തോട്ടത്തിന് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആരോഗ്യ മേഖലയ്ക്കും നമ്മളേറെ ഈ കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം, എനിക്ക് തോന്നുന്നു അതിനേക്കാളേറെ പ്രാധാന്യം ഞങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾക്കുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞങ്ങളുടെ കുടുംബാരോഗ്യ കേന്ദ്രം ഒരു കോമ്പൗണ്ടിൽ 3 ആശുപത്രിയാണ്. ഇത് എവിടെയുണ്ടെന്ന് തോന്നുന്നില്ല. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി 2 ഒറ്റ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു സൗകര്യം. അവർക്ക് ഹോമിയോ ഡോക്ടറെ അടുത്ത് വേണമെങ്കിൽ പോവാം, മറ്റേ ഡോക്ടറെ അടുത്ത് പോവാം, അലോപ്പതി ഡോക്ടറെ അടുത്ത് പോവാം. ഒരു ദിവസം അവിടെ വരുന്ന രോഗികളുടെ എണ്ണം കേട്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും. 250 രോഗികൾ തൊട്ട് 300 രോഗികൾ വരെയാണ് ടോട്ടലി ഈ 3 ആശുപത്രിയിലായിട്ട് വന്നു പോകുന്നത്. കാരണം അവിടെ അത്രയും നല്ല സേവനമാണ്. ഞാൻ പറയുകച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ ഒരു മാതൃകയായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ മുണ്ടൂര് കുടുംബാരോഗ്യ കേന്ദ്രം. ഒരു കംപ്ലൈന്റ് ഒരാൾക്കും ഇല്ല. വളരെ പേഷ്യന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആശുപത്രി, ഒരു കുടുംബാരോഗ്യ കേന്ദ്രം. അവിടുത്തെ ഡോക്ടേഴ്സ് ആയാലും അതേപോലെ തന്നെ അവിടുത്തെ എല്ലാ ജീവനക്കാരും അതെ ആ പേഷ്യൻസിനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറി അവർക്ക് വേണ്ട കാര്യങ്ങൾ സമയം വൈകാതെ ഡിലേ വരുത്താതെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആശുപത്രിയാണ്. പിന്നെ മരുന്നിന് ഒരു ക്ഷാമോടെ ഉണ്ടാവാറില്ല. ഞങ്ങൾ എത്ര മരുന്ന് അവർക്ക് വേണമെന്ന് പറഞ്ഞാലും ഡോക്ടറോട് എത്ര വേണമെന്നാണ് ചോദിക്കാറ്. ആ കോവിഡ് കാലത്ത് ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒന്നിനും കാശുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാം അവിടേക്ക് കൊടുത്തിരുന്നു മരുന്നിനായിട്ട്. കോവിഡ് രോഗികളുടെ കാര്യത്തിനും മരുന്നിനുമായിട്ട് ഞങ്ങൾ ലക്ഷങ്ങളാണ്, ഏകദേശം 40 ലക്ഷത്തിലേറെയാണ് ആ കോവിഡിന്റെ ആ ഒരു കൊല്ലം ഞങ്ങൾ ചെലവഴിച്ചിട്ടുള്ളത്. പക്ഷെ പിന്നീടാണ് ഞങ്ങൾക്ക് മറ്റ് വികസന പ്രവർത്തനങ്ങൾ, കാരണം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനം. അപ്പൊ അവിടെ നമ്മൾ പാലിയേറ്റീവ് പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് കൊണ്ടാണ്. കാരണം ഈ പാലിയേറ്റീവിന്റെ വണ്ടി പഞ്ചായത്ത് വാങ്ങി കൊടുത്തതാണ്. പാലിയേറ്റീവ് നഴ്സിന് ശമ്പളം നമ്മളാണ് കൊടുക്കുന്നത്. പാലിയേറ്റീവിന്റെ ഡ്രൈവർക്ക് ശമ്പളം ഇവിടുന്നാണ് കൊടുക്കുന്നത്. അവിടെ ഇതുപോലെ തന്നെ ഒരു നഴ്സിന് ശമ്പളം കഴിഞ്ഞ മാസം വരെ നമ്മൾ കൊടുത്തു. എപ്പോൾ അവിടെ ഡോക്ടർ ഈവനിങ് ഒപിക്ക് ഇല്ലാണ്ടായോ അപ്പോഴൊക്കെ ശമ്പളം കൊടുത്ത് നമ്മൾ ഡോക്ടറെ വിൽക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എക്സ്റേ മാത്രമാണ് അവിടെ ഇല്ലാത്തുള്ളൂ. ബാക്കി ഒരു രോഗി വന്ന ഒരു മിനി മെഡിക്കൽ കോളേജാണ് എന്ന് പറയാനായിട്ട് വളരെ അഭിമാനമുണ്ട് എനിക്ക്. അവർ എന്താണ് അവരെ കെട്ടിടം പുതുക്കുക, അല്ലെങ്കിൽ പേഷ്യൻസിന് ഇരിക്കാനുള്ള സ്ഥലം വേണം, പേഷ്യൻസിന് അവിടെ ടൈം വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന റൂം വേണം, ഇതൊക്കെ ഞങ്ങൾ കുട്ടികളുടെ പാർക്ക് വേണം, ഒക്കെ ഞങ്ങൾ ഒപ്പം ചെയ്തു കൊടുക്കുകയാണ്. രണ്ടാമതൊന്നും ചോദിക്കേണ്ടി വരില്ല. അപ്പൊ അവിടെ ഇപ്പൊ NQAS-നെ നമുക്ക് സ്റ്റേറ്റ് ലെവലില് നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നാഷണൽ ലെവലിലെ ടീം അവിടെ. അപ്പൊ NQAS-ന്റെ അംഗീകാരം നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. 89 മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് ലെവലിൽ വൈശാനിക്ക് നമ്മുടെ ഹോസ്പിറ്റലിന്. അതേപോലെ ഹോമിയോപതിക്ക് NABH അംഗീകാരം, NABH അക്രഡിറ്റഡ് അംഗീകാരം. കാരണം ഇന്ത്യയിലെ ഏറ്റവും നല്ല ഹോമിയോ ആശുപത്രി അടിക്കുമ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരും. അതാണ് NABH അംഗീകാരം എന്ന് പറഞ്ഞത്. അത് നെറ്റിലൊന്ന് അടിച്ചു നോക്കി ഉടനെ മുണ്ടൂര് വരും. അപ്പൊ അങ്ങനെയുള്ള അംഗീകാരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഞങ്ങൾ കയറി. പിന്നെ ആർദ്രം പുരസ്കാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ കായകൽപ്പം പുരസ്കാരം. ഇതൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ വാങ്ങിയിട്ടുള്ള അവാർഡുകളാണ്. അപ്പൊ നമ്മുടെ ആരോഗ്യ മേഖല ഏറ്റവും നന്നായിട്ട് അവിടുത്തെ ഡോക്ടേഴ്സ്, അവിടുത്തെ ജീവനക്കാര്, ആശാ വർക്കർ, മറ്റുള്ളവരൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടിയ കോവിഡ് കാലത്തും അതെ, അത് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. അവരുടെ ആ ഒരു ജനങ്ങളോടുള്ള പെരുമാറ്റം, അവരുടെ സർവീസൊക്കെ എത്രയോ നല്ലതാണ് എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ജനങ്ങളുടെ ആരോഗ്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം. പാലിയേറ്റീവിന് വീടുകളിലേക്ക് അവരെ ഫീൽഡ് വിസിറ്റ് അവിടെ നടത്തുന്നുണ്ട്. പാലിയേറ്റീവ് രോഗികളുടെ വീടുകളിലേക്ക് മന്ത്ലി വിസിറ്റ് നടത്തുന്നുണ്ട്. ആ വിസിറ്റുകളൊക്കെ കൃത്യമായിട്ട് അവിടെ പാലിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഹോമിയോ ഡോക്ടർ വരെ പോകുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകളും ആവശ്യമുള്ള ഇടയ്ക്കിടയ്ക്ക് അവിടെ നമ്മളാളുകൾക്ക് പ്രഷർ, പ്രമേഹം ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ വാർഡുകളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ആശുപത്രി. അറിയാലോ, 3 സബ് സെന്റർ ഉണ്ട് നമുക്ക് ഇതിന്റെ കീഴിൽ. ഒരു സബ് സെന്റർ മുണ്ടൂരുള്ളതാണ്. ഈ മുണ്ടൂര് സബ് സെന്റർ നമ്മുടെ പവലിയനാണ് സബ് സെന്ററായിട്ട് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പൊ 55 ലക്ഷം രൂപ നമുക്ക് പാസ്സായിട്ടുണ്ട്. ഈ 55 ലക്ഷം രൂപ വെച്ച് സബ് സെന്ററിന്റെ നിർമ്മാണം അവിടെ നടക്കുകയാണ്. കൈപ്പുറമ്പ് നമുക്ക് സബ് സെന്റർ ഉണ്ട്, പേരാമംഗലം സബ് സെന്റർ ഉണ്ട്. ഒക്കെ നല്ല രീതിയിൽ ആ ഭാഗത്തെ ആളുകൾക്ക് ഈ മുണ്ടൂര് ആവശ്യത്തിന് മാത്രം ഉണ്ട് വന്നാൽ ചെറിയ കാര്യങ്ങളെല്ലാം അവിടെ അവർക്ക് പറ്റും. ഇനി അത് കൂടാതെ തന്നെ വാർഡുകളിൽ വരെ ഇപ്പോൾ വാർഡ് തലത്തിൽ വരെ വന്നിരിക്കുകയാണ്. NCD ക്ലിനിക്കുകൾ വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത് കേട്ടോ. വീടിന്റെ അടുത്തേക്ക് കൂടി അവിടെ പ്രഷർ, പ്രമേഹമൊക്കെ എല്ലാ മാസവും ബുധനാഴ്ച ദിവസം ചെക്ക് ചെയ്യണം. ഇതെല്ലാ വാർഡുകളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള ആരോഗ്യ പ്രവർത്തനമാണ് സർക്കാർ നിഷ്കർഷിച്ച എന്താണോ അത് വളരെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഞങ്ങളുടെ കീഴിലുള്ളത്.
മറ്റ് മേഖലയിലെ പ്രവർത്തനങ്ങൾ കൂടാതെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ഉന്നമനത്തിനായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് കൈപ്പറമ്പ് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അവർക്കൊരു സംരംഭം തുടങ്ങാനുള്ള ഒരു സഹായം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിച്ചത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പദ്ധതികളിലൊക്കെ സ്വയം തൊഴിൽ ചെയ്യാനുള്ള അവർക്കുള്ളൊരു ധനസഹായം നമ്മൾ എല്ലാ കൊല്ലം വെക്കുന്നതാണ്. അപ്പം അങ്ങനെ കുറേ പേര് സ്വയം തൊഴിലായിട്ട് ഒരു വരുമാനമായി അവർക്ക് ജോലിയായി, പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ കൂടുതൽ പേർക്ക് അവിടെ ജോലി കൊടുക്കാനും അവർ ഇൻകം കൂട്ടാനും ഒക്കെ സ്ത്രീകളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീ വഴിയൊക്കെയുള്ള സ്ത്രീ ശാക്തീകരണം, അതുപോലെ കുടുംബശ്രീ വഴി തന്നെ നിരവധി പരിശീലനങ്ങളാണ് ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഹോളിൽ തന്നെ കുടുംബശ്രീ നടത്തുന്ന സൗജന്യമായിട്ട് നടത്തുന്ന നിരവധി പരിശീലനങ്ങളുണ്ട്. ആ പരിശീലനങ്ങളിലൂടെ അവരൊരു തൊഴിൽ ചെയ്യാനായിട്ട് അവർ പ്രാപ്തരായി തീരുകയും അവർ പിന്നീട് ഈ സ്വയം തൊഴിൽ എന്നുള്ള രീതിയിലുള്ള പദ്ധതിക്ക് അപേക്ഷ വയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മളത് പാസ്സാക്കി കൊടുക്കുമ്പോൾ അവർ പിന്നെ സ്വന്തമായിട്ട് ഒരു യൂണിറ്റ് ഏതെങ്കിലും അവർക്ക് അറിയാവുന്ന ഫീൽഡിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി അവർ ആരംഭിക്കുകയും അത് അവരൊരു വരുമാന മാർഗമായി തീരുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം നമ്മൾ നല്ലൊരു സംഖ്യ ഈ സ്വയം തൊഴിൽ സംരംഭർക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഗ്രൂപ്പ് സംരംഭങ്ങൾക്കല്ല, അത് ബ്ലോക്കാണ്. ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് കൊടുക്കുന്നത് ബ്ലോക്കാണ്. പക്ഷെ നമ്മൾ പഞ്ചായത്ത് സിംഗിളായിട്ടാണ് കൊടുക്കുന്നത്. സിംഗിളായിട്ടുള്ള അപേക്ഷകർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ടൊരു വരുമാനം ലഭിക്കുന്നതിനായിട്ട് നമ്മൾ ആടുകളെ വനിതകൾക്ക് മാത്രമായിട്ടാണ് നമ്മുടെ ആ ഒരു പദ്ധതി നമ്മൾ വയ്ക്കാറ്. വനിതാ ക്ഷേമ പദ്ധതി ആടുകളെ നമ്മൾ കൊടുക്കാറുണ്ട്. പശുവിനെ കൊടുക്കുന്നുണ്ട്, കറക്കണ പശുവിനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ മുട്ടക്കോഴി വിതരണം, ഇതൊക്കെ നമ്മൾ സ്ത്രീകൾക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ വനിതകൾക്ക് പച്ചക്കറി തോട്ടം വനിതകൾക്കായിട്ട് മാത്രം കൊടുക്കുന്നതാണ്. വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറി കഴിഞ്ഞ് അവർക്ക് വേണമെങ്കിൽ അയൽവക്കത്തോ മറ്റ് കടകളിലോ ഒക്കെ അവർക്ക് വിൽക്കുകയും ചെയ്യാം. ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ വനിതകൾക്ക് പച്ചക്കറി തോട്ടം എന്നുള്ളവർക്ക് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വനിതകൾക്കായിട്ട് തന്നെ നമ്മൾ മെൻസ്ട്രൽ കപ്പുകൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ പരിസ്ഥിതിക്ക് ദോഷം സംഭവിക്കാതിരിക്കാൻ, അതായത് ഈ പരിസ്ഥിതിക്ക് ദോഷം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തുണിയായാലും പേടായാലും ഒക്കെ വലിച്ചെറിഞ്ഞ് മാലിന്യം കുന്നുകൂടുകയാണ്. അപ്പോൾ അത് ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു രീതിയാണ് മെൻസസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുക എന്നുള്ളത്. അത് ആശാവർക്കർമാരെ കൊണ്ട് അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ സംവിധാനം ഏർപ്പെടുത്തുകയും അത് ആവശ്യപ്പെട്ടവർക്ക് മുഴുവൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു 2-3 വർഷമായിട്ട് നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ വിതരണം എത്രയേറെ നടത്തിയ പഞ്ചായത്ത് ഉണ്ടോ എന്നുള്ളത് അറിയിക്കുക കേട്ടോ. കാരണം അപേക്ഷിച്ച് എല്ലാവർക്കും നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ സ്ത്രീകൾക്ക് നമ്മൾ ആരോഗ്യം വളരെ പ്രധാനമാണ്. അവർക്ക് വേണ്ടി യോഗ, നമ്മുടെ ഈ ഒരു ഹോമിയോപ്പതി ഹോസ്പിറ്റലിൻ്റെ മുകളിലായിട്ട് നമുക്ക് യോഗ ഹോൾ എന്നാണ് ഞങ്ങൾ അതിനെ പറയുന്നത് ചെയ്യുക. കാരണം ഇവിടെ എപ്പോഴും യോഗയാണ്. അവിടെ പ്രായ വ്യത്യാസമില്ലാതെ മറ്റേ കുട്ടികൾ തൊട്ടുള്ളവർക്കുണ്ട്. ഇപ്പോൾ വെക്കേഷനിൽ നമ്മൾ 2 മാസം കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വനിതകൾക്ക് അവിടെ വെയിറ്റ് ലിഫ്റ്റിംഗ് സെൻ്റർ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി സൗജന്യമായിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ പെൺകുട്ടികൾക്ക് കരാട്ടെ പരിശീലനം. അപ്പോൾ ഇതൊക്കെ സ്ത്രീകളുടെയും കുട്ടികളുടെയും, അതുപോലെ തന്നെ കുട്ടികൾക്ക് നേരത്തെ വൈസ് പ്രസിഡന്റ് പറയുണ്ടായി കായിക പ്രവർത്തനങ്ങൾ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഇതിലൊക്കെ കരാട്ടയിലും യോഗയിലും മാത്രമല്ല ഫുട്ബോളിലും ക്രിക്കറ്റിലും അതുപോലെ തന്നെ അമ്പെയ്ത്തിലും ഒക്കെ നമ്മൾ സൗജന്യമായിട്ട് 10 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അവിടെ കായിക പരിശീലനം നല്ല കോച്ചിനെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതൊക്കെ സൗജന്യമായിട്ട് പഞ്ചായത്ത് ചെയ്തു കൊടുക്കണം. പിന്നെ ഇവർക്ക് നമ്മൾ ഇവരുടെ ഇടയിൽ കട്ടിലുകൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് വീൽ ചെയറാണ്. വീൽ ചെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഈ ടോയ്ലറ്റിലൊക്കെ പോകാനുള്ള സൗകര്യത്തിന് കമ്മോഡ് വിത്ത് ചെയർ, അതായത് ഈ ചെയറിൽ തന്നെ കമ്മോഡ് വെച്ചിട്ട് അതും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട്, പിന്നെ കിടപ്പ് രോഗികളാണെങ്കിൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ആശുപത്രി വഴി ചെയ്യുന്നുണ്ട്. കുട്ടികളെ വരെ ഭിന്നശേഷിക്കാർക്ക് നിരവധി പദ്ധതികൾ സർക്കാർ തന്നെ ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ ഭിന്നശേഷിക്കാർക്ക് വയോജന കമ്മീഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു സ്റ്റേറ്റിൽ ഇല്ലാത്തതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് പരിരക്ഷ വയോജനങ്ങളുടെ കാര്യത്തിൽ കിട്ടും. ഇനിയും പദ്ധതികൾ വയോജനങ്ങൾക്കായിട്ട് സർക്കാർ ഗൈഡ് ലൈൻ വെക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. വയോജനങ്ങൾക്കുള്ള വീട് ഇവിടെ പകൽ വീടുണ്ട്, 2 പകൽ വീടുണ്ട് നമുക്ക്. ഒന്ന് 3-ാം വാർഡിലും 4-ാം വാർഡിലുമാണ്. അവിടെ വയോജനങ്ങൾ വരാറുണ്ട്, അവർ കൂടാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അവർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പകൽ വീടിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിലെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും
പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ കായിക വികസനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോൾ താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന രീതിയിലുള്ള ഒരു ഫുട്ബോൾ മത്സരങ്ങൾ തുടർച്ചയായി 20 വർഷം നടത്തുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ സ്പോർട്സ് കൗൺസിലുകളുടെ സഹകരണത്തോടുകൂടി നടത്തുന്ന ഗ്രാമപഞ്ചായത്താണ് കൈപ്പുറം ഗ്രാമപഞ്ചായത്ത്. ഈ കായിക വികസന പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരും ബഹുമാനപ്പെട്ട MLA 1 കോടി രൂപയുടെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നൽകാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഗ്രാമപഞ്ചായത്തിലെ കായിക ക്ലബ്ബുകളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 30ന്റെ മുകളിൽ വരുന്ന ക്ലബ്ബുകൾക്ക് സൗജന്യമായി സ്പോർട്സ് കിറ്റ് വിതരണവും ഒപ്പം തന്നെ കായിക പരിശീലനത്തിന് വേണ്ടി പ്രത്യേകമായി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സ്പോർട്സ് കൗൺസിലിൻ്റെ സഹായത്തോടു കൂടി ഗ്രാമപഞ്ചായത്തിനെ കായിക രംഗത്ത് പ്രത്യേകിച്ച് ഫുട്ബോളിന് ഒരു കോച്ചിനെ വിട്ടു തന്നുകൊണ്ട് ആ കോച്ചിൻ്റെ സേവനം ശ്രീമാൻ ഡേവിഡ് ആൻ്റോണിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി നടക്കുന്ന ഫുട്ബോൾ പരിശീലനം ഇവിടെ നടന്നു വരികയാണ്. ഒപ്പം തന്നെ വോളിബോളിൻ്റെ പരിശീലനം നമ്മുടെ ശിവകുമാർ മാസ്റ്റർ നേതൃത്വത്തിൽ നമ്മുടെ പേരാമംഗലം സ്കൂൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു. ബേസ്ബോൾ എന്ന് പറഞ്ഞൊരു പുതിയ ഇനം ഏറ്റെടുത്തുകൊണ്ട് ബേസ്ബോളിൻ്റെ പരിശീലനവും കഴിഞ്ഞ വർഷം നമ്മുടെ അമ്പെയ്ത്ത് എന്ന പുതിയ കായിക സംസ്കാരത്തിന് നമ്മൾ തുടക്കം കുറിച്ചുകൊണ്ട് അമ്പെയ്ത്തിൻ്റെ പരിശീലനം നടക്കുന്നു. നീന്തൽ പരിശീലനം എന്ന രീതിയിൽ ഈ വർഷം ഒരു പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നീന്തൽ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അങ്ങനെ കായിക രംഗത്ത് ഒരു പുത്തൻ ഉണർവ് കേരളത്തിലെ മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയായി ദേശീയ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിനെ കായിക രംഗത്ത് പുത്തൻ ഉണർവ് പകരുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തികഞ്ഞ വിശ്വാസത്തിലാണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് നമ്മൾ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനുമായിട്ട് ഇത്രയേറെ പൈസ ചെലവഴിച്ച പഞ്ചായത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടുണ്ട്. 2,79,00,000 ഞങ്ങൾ ചെലവാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഫൈനായിട്ട് 4.5 ലക്ഷം രൂപയാണ് ഇവിടെ ഈ മാലിന്യം വലിച്ചെറിയുന്നവർക്കുള്ള ശിക്ഷയായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കൃത്യമായിട്ട് മാലിന്യം വലിച്ചെറിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ഈ വകുപ്പ് പ്രകാരം പിഴ ചുമത്ത് പിഴ അവരെ കൊണ്ട് അടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 4.5 ലക്ഷം രൂപ നമുക്ക് ഫൈനായിട്ട് ഇവിടെ വിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു MCF ആണ് നമുക്കുള്ളത്. അത് നല്ല ഇതുള്ള ഒരു 75 സെന്റൊക്കെ ഉണ്ടാവും. ആ MCF 1 ഏക്കറോളം ഉണ്ടാവും. നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പൊ അവിടെ നമ്മൾ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനും സംസ്കരണത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം വന്നപ്പോൾ പണ്ടതുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ പദ്ധതി സർക്കാരിന്റെ ഈ ഒരു പദ്ധതിയൊക്കെ വെച്ചപ്പോൾ നമ്മൾ ഇതിന്റെയൊക്കെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുകയും MCFന്റെ അവിടെ സെഗ്രിഗേറ്റ് ചെയ്യാതിരിക്കാനുള്ള സൗകര്യമൊക്കെ ബെയിലിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. സെഗ്രിഗേറ്റ് ചെയ്തിരിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പൊ നമ്മൾ 25 ലക്ഷത്തിനാണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ നമ്മൾ വലിയൊരു ബിൽഡിംഗ് ഇപ്പോൾ അവിടെ പണിതിട്ടുണ്ട്. അപ്പൊ അതിലെന്താ വെച്ചാൽ ചുമരൊക്കെ വെച്ച് 4 സൈഡിലും ചുമര് വെച്ച് നമ്മൾ കാറ്റ് കളക്കാനൊക്കെ വെന്റിലേഷൻ വെച്ച് അതിലിരുന്നിട്ട് ഇവർക്ക് ഫാനുകളൊക്കെ ഇട്ട് സുഖമായിട്ട് അവിടെ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്യാം. മാത്രമല്ല അതിലേക്കുള്ള നടപ്പാത റോഡ് നമ്മൾ റോട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി, നല്ല ഗേറ്റും കൂട്ടും ഉണ്ടാക്കി, ചുറ്റുമതിലുണ്ടാക്കി. അങ്ങനെ വളരെ ഗംഭീരമായിട്ടാണ് ഇപ്പൊ നമ്മുടെ MCF അവിടെ പ്രവർത്തിക്കുന്നത്. പൊതു ഹരിതകർമ്മസേന അംഗങ്ങളുള്ളത്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു 28 മിനി MCF ഉണ്ട്. ഒരു 75 ബോട്ടിൽ ബൂത്ത് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കൊക്കെ നമ്മൾ ബോട്ടിൽ ബൂത്ത് ഇവിടെ 7 വിദ്യാലയങ്ങളാണുള്ളത്. ഈ വിദ്യാലയങ്ങളിലേക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 വലിയ വിദ്യാലയങ്ങളുണ്ട് കുട്ടികൾ അധികം പഠിക്കുന്നത്. അവിടെ നമ്മൾ കമ്മ്യൂണിറ്റി സോഫ്റ്റ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്കൂളിലെ പണി പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ ഒരു കമ്മ്യൂണിറ്റി സോഫ്റ്റ് നമ്മൾ ഇൻഡോർ സ്റ്റേഡിയത്തിലെ നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മളിപ്പോൾ അവിടെ ഡൈനിങ് റൂമും കിച്ചണൊക്കെ വരുന്നുണ്ട്. അവിടെയും നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ IRTCയുടെ സേവനം നമ്മൾ ഈ ഒരു കാര്യത്തിനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് നമ്മൾ വളരെ നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞ ഡേറ്റിന്റെ മുമ്പ് തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. ഒരുപാട് ഡംപ് സൈറ്റുകൾ ഉണ്ടായിരുന്നു. ആ ഡംപ് സൈറ്റുകളൊക്കെ ഇന്ന് തോട്ടങ്ങളായിട്ട് മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളായിട്ട് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ക്യാമറ വെക്കാൻ പോവുകയാണ്. 7 ക്യാമറ ഇപ്പം നമ്മൾ അടുത്ത ആഴ്ചയിൽ തന്നെ വെക്കുകയാണ്.
ദുരന്ത നിവാരണം, ഈ നമുക്ക് അങ്ങനെയുള്ളൊരു ഈ കൽപ്പമ്പ് പഞ്ചായത്ത് അങ്ങനെ ഒരു ദുരന്ത മേഖല എന്ന് പറയാൻ പറ്റില്ല. ഈ ഫ്ലഡ് ഉണ്ടായപ്പോഴും ഒരു തവണത്തെ ഫ്ലഡിൽ മാത്രമാണ് ആളുകളെ മാറ്റി പറപ്പിക്കേണ്ടി വന്നത്. പിന്നെ ഞങ്ങൾ കയറിയതിന് ശേഷം വന്നിട്ടുള്ള ഫ്ലഡിൽ നമുക്ക് മാറ്റി പറപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല. അത് 11-ാം വാർഡും 10-ാം വാർഡിലുമാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. വെള്ളം കയറുന്ന സ്ഥലം ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ റോഡ് ഉയർത്തിയിട്ടൊക്കെ അത് മേക്കപ്പ് ചെയ്യും. പിന്നെ കഴിഞ്ഞ ഈ ഫ്ലഡിൽ ഇപ്പം ഈ അടുത്ത് ഞങ്ങൾ കയറിയ പിന്നെ ഉണ്ടായാല് മാറ്റി പറപ്പിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത് ചുട്ടികാവ് ദുർഗാഞ്ജലി കോളേജ് സൗകര്യങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അത് വേണ്ടി വന്നില്ല നമുക്ക്. അപ്പോൾ കാന വൃത്തിയാക്കാനും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ മഴക്കാലത്തിന് മുമ്പായിട്ട് തന്നെ അത് ലെവൽ ചെയ്യാനും ഇപ്പോൾ റോഡുകൾ നമുക്ക് റീടാറിങ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്ന് കുണ്ടും കുഴിയായിട്ട് കിടക്കണമെങ്കിൽ അത് കുറേ കൂടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ടൂറിസം മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പിക്നിക് സ്പോട്ട് എന്ന് പറയാൻ ഇല്ല. നമ്മുടെ MLA വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഓരോ പഞ്ചായത്തിനോടും ഇതേക്കുറിച്ച് ആരാഞ്ഞിരുന്നു. അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പിക്നിക് സ്പോട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം നമ്മളങ്ങനെ ഒരു പിക്നിക് സ്പോട്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കോൾ മേഖല, കോളുണ്ട് ഞങ്ങൾക്ക് ഒരു കോൾപ്പടവുണ്ട്. അപ്പോൾ കോൾ മേഖലയിനെയൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു കോളൊക്കെ കാണാത്ത ആളുകളുണ്ടാവും. അപ്പം അവിടെ എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു പിക്നിക് സ്പോട്ട് ആക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു കുറുമാൽ കുന്ന് എന്ന് പറഞ്ഞിട്ടൊരു കുന്നുണ്ട്. 200 പേർക്ക് അവിടെ 3 സെന്റ് വീതം പതിച്ചു കൊടുത്തൊരു സ്ഥലമുണ്ട്. അവിടേക്ക് റോഡും അതേപോലെ തന്നെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇപ്പോൾ താമസമുള്ളത് 2 കൂട്ടർ മാത്രമേ ഉള്ളൂ. പിന്നെ 3 വീട്ടുകാർ ഇപ്പോൾ ലൈഫിൽ വീട് കിട്ടിയിട്ട് അവിടെ വീട് പണിതിട്ടുണ്ട്, താമസമായിട്ടില്ല. 2 വീട്ടുകാരാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. ആ കുന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പിക്നിക് സ്പോട്ട് ആക്കാൻ ഭാവിയിൽ. പക്ഷേ ഈ അവിടേക്കുള്ള റോഡ് തന്നെ ഒരു 2 കിലോമീറ്ററോളം റോഡുണ്ട്. ആ റോഡ് ശരിയാക്കാൻ തന്നെ എന്തായാലും കോടികൾ വേണ്ടി വരും. ഇപ്പം അങ്ങോട്ട് റോഡില്ല, വളരെ ദുർഘടം പിടിച്ച സ്ഥലമാണ് അത് ഭാവിയിൽ എനിക്ക് തോന്നുന്നത് അത് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആളുകൾ വയനാടൊക്കെ നല്ല വായു ശ്വസിക്കാൻ പോകുന്നുണ്ട്. ഈ കുന്നിൻ്റെ മുകളിലൊക്കെ ചെന്നിരുന്നാൽ നല്ല ഫ്രഷ് എയറും കാര്യങ്ങളൊക്കെ കിട്ടും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അത് MLA ശ്രദ്ധയിൽ പെടുത്താൽ മതി. സമ്പൂർണ്ണ വൈദ്യുതീകരണം ഈ ഒരു വർഷത്തോടുകൂടി ഞങ്ങളിവിടെ നടപ്പിലാക്കുകയാണ്. കാരണം ഇനി എവിടെയാണ് ബാക്കി വൈദ്യുതീകരിക്കാനുള്ളത്? അത്രയും ഫണ്ട് അല്ലാത്ത മെമ്പർമാരുണ്ട്. സമ്പൂർണ്ണ വൈദ്യുതീകരണം വന്ന വാർഡുകളുണ്ട്, വരാത്ത വാർഡുകളിൽ ഈ വർഷത്തോടുകൂടി സമ്പൂർണ്ണ വൈദ്യുതീകരണം വരും. അതോടൊപ്പം തന്നെ സമ്പൂർണ്ണ LED വിളക്കുകൾ അതും കൂടി ഞങ്ങൾ ഒരു ലക്ഷ്യമിടുന്നുണ്ട്. അതും കൂടി ഞങ്ങൾ സാധിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുള്ളൂ. പിന്നെ മാത്രമല്ല കുറച്ച് പേർക്ക് ലൈഫിൽ വീട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 116 വീട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 428 വീട്ടുകാർക്ക് നമ്മൾ 75,000 വെച്ചിട്ട് വീട് റിപ്പയറിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇക്കൊല്ലം തന്നെ ഒരു 3.5 കോടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഭവന നിർമ്മാണത്തിന് തന്നെ 3.25 കോടി 3.25 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 18 വാർഡാണുള്ളത്. 18 വീട് കൊടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങാനാണ്. 18 വീട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. സ്ഥലം വാങ്ങിയിട്ട് അതിൽ ഫ്ലാറ്റ് പണിതിട്ട് 18 വീട്ടുകാർക്ക് താമസിക്കാനുള്ള ഒരു ഫ്ലാറ്റ് കൊടുക്കുക. പക്ഷെ ഇതിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാ വെച്ചാൽ ഓരോ വാർഡിൽ നിന്നല്ല, ലൈഫിലെ ലിസ്റ്റിന്നാണ്. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഓരോ വാർഡിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ലൈഫിലെ ലിസ്റ്റിന്ന് ഭൂരഹിത ഭവനരഹിതരുടെ ആദ്യത്തെ 18 ആളെ എടുത്തിട്ട് ആ 18 ആൾക്ക് ഫ്ലാറ്റ് കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ആഗ്രഹം. ഞങ്ങൾ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, വെറുതെ പറയുന്നതല്ല, നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ചെയ്യും. അത് ചെയ്യാനുള്ള ഒരു ഉദ്യമത്തിലാണ്. അപ്പോൾ അതിന് ഭൂമി വില കുറവിൽ കിട്ടണം. അപ്പം അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഇനി ഈ പഴമുക്ക് സ്കൂളിന് വലിയൊരു കെട്ടിടത്തിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ട്. ഞങ്ങൾ അവർക്ക് ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയം വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ ഇട്ടുണ്ടായിരുന്നു. 10 ലക്ഷം രൂപ വെച്ചിട്ട് ആ ഓഡിറ്റോറിയം ഇപ്പം നമ്മൾ നന്നാക്കി. ഇപ്പോൾ സ്റ്റേജ് ഓഡിറ്റോറിയമായി. ആ ഓഡിറ്റോറിയത്തിലെ ഫാനും ലൈറ്റും അതുപോലെ തന്നെ സൈഡ് ഗ്രില്ല്, ആ ഓഡിറ്റോറിയത്തിലേക്ക് വേണ്ട കസേരകൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിനൊക്കെ അവർക്ക് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. അത് സ്കൂളിനൊരു വരുമാനമാവും ചെയ്തു. അല്ല ശനി ഞായറോ ദിവസങ്ങളിൽ, കാരണം സ്കൂളായിട്ട് ബന്ധമില്ല, നേരെ ഗേറ്റിന്റെ നേരെയാണ് ഈ ഓഡിറ്റോറിയം. അപ്പൊ അത് സ്കൂളിനൊരു വരുമാനമാവും ചെയ്തത് വാടകയ്ക്ക്. കൂടാതെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ആ സ്കൂളിന് 1 കോടി രൂപ MLA അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ കെട്ടിടത്തിനായിട്ട് അനുവദിച്ചു. അതിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ 10 ലക്ഷത്തിന്റെ സ്റ്റാർസ് പദ്ധതി, BRCയുടെ സ്റ്റാർസ് പദ്ധതി അവിടെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയിട്ട്.
അതേപോലെ തന്നെ അഞ്ഞൂര് മുണ്ടൂര് സ്കൂള് ഞങ്ങളുടെ സ്കൂൾ തന്നെയാണ്, LP സ്കൂള്. അവരെ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇതിനകം തന്നെ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. MLA ഇപ്പോൾ വളരെയധികം ഞങ്ങൾ നിർബന്ധിക്കേണ്ട ഈ കൊല്ലം ആ സ്കൂളിന് ഒരു കോടി വെച്ച് ഒരു നല്ല കെട്ടിടം ആ സ്കൂളിന് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നം. അതേപോലെ തന്നെ നെഹ്റു മണ്ഡപം, ഈ മുണ്ടൂരിന്റെ ഹൃദയഭാഗത്താണ് നെഹ്റു മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഏതൊരാൾക്കും പരിപാടി നടത്തണമെങ്കിൽ ചുറ്റും ഷാമിയാന ഇടാനും മുകളിൽ അതിന്റെ റൂഫില് ജനങ്ങൾക്ക് വെയിലും മഴയും കൊള്ളാണ്ട് അവിടെ ജനങ്ങൾക്ക് ഇരുന്ന് കേൾക്കണമെങ്കിൽ ഒരു 15,000, 10-നും 15-നും ഇടയ്ക്ക് 1000-ന് ഇടയ്ക്കുള്ള രൂപ ചെലവിട്ടിട്ടാണ് ഓരോരുത്തരും അവിടെ പരിപാടി നടത്തുന്നത്. അപ്പൊ നമ്മൾ MLA ആവശ്യപ്പെട്ടപ്പോൾ MLA അതിന് 45 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റൂഫിംഗ് ആണ്, അതിന്റെ ഏസ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന്റെ ഒരു റൂഫിംഗ് നടത്തി, മാത്രമല്ല റൂഫിംഗ് വളരെ ഹൈറ്റിലുള്ള റൂഫിംഗ് വരുമ്പോൾ അതിന്റെ പുറത്തെ റോഡിൽ നിൽക്കുന്ന ബസ് കാത്ത് നിൽക്കുന്ന ആളുകൾക്ക് വെയിറ്റിംഗ് ഷെഡിന്റെ ഒരു ഉപകാരം കൂടി അതുകൊണ്ട് ലഭിക്കും. ആ രീതിയിലാണ് നമ്മളിപ്പോൾ അതിന്റെ നിർമ്മാണം നടത്താൻ പോകുന്നത്. അതുപോലെ സർക്കാരിന്റെ തദ്ദേശ ഗ്രാമീണ പുനരുദ്ധാരണ റോഡിലും 3 റോഡ് നമ്മുടെ വെച്ചിട്ടുണ്ട്. വലിയ റോഡുകളാണ്. 35 ലക്ഷം, 25 ലക്ഷം, 11 ലക്ഷം വെച്ചിട്ടാണ് 3 റോഡും. അതുപോലെ തന്നെ ബയോബിൻ ധാരാളം നമ്മൾ ഈ മാലിന്യ സംസ്കരണത്തിനായിട്ട് അവർക്ക് ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനായിട്ട് എല്ലാ വീടുകളിലേക്കും ബയോബിൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഏത് മീറ്റിങ്ങിലും നമ്മളത് ജനങ്ങളെ ബോധവൽക്കരിക്കാറുണ്ട്. അപ്പോൾ കുറേ ബയോബിൻ, ഇപ്പോൾ 1700 ബയോബിൻ നമ്മൾ ഇതിനകം വിതരണം ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബയോബിൻ വിതരണം ചെയ്യാൻ പോവുകയാണ്. 25-26 വേറെ വെച്ചിട്ടുണ്ട്. ഗ്രാമസഭകൾ നമ്മുടെ കഴിഞ്ഞു. ഗ്രാമസഭകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെല്ലാവരും വെച്ചാലും ഞങ്ങൾ തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബയോബിൻ നിങ്ങൾ എത്ര പേര് വെച്ചാലും ഞങ്ങൾ ഫണ്ട് വെച്ച് ബയോബിൻ വരും. അത്രയും യൂസ്ഫുൾ ആണ്. 3 സെന്റ് 2 സെന്റ് ഒക്കെ ഉള്ള ആളുകൾ ജൈവാവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞിട്ടാണ് പലതരത്തിലുള്ള രോഗാണുക്കളൊക്കെ വരുന്നത്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതും നമ്മുടെ മാലിന്യ സംസ്കരണത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആവശ്യപ്പെട്ട എല്ലാവർക്കും ബയോബിൻ കൊടുക്കുക എന്നുള്ളതാണ്. MCF-ലേക്ക് മിനി MCF-ന്ന് MCF-ലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളൊരു വണ്ടി വാങ്ങിയിട്ടുണ്ട്. ഒരു വണ്ടി നമുക്ക് ജില്ലാ പഞ്ചായത്ത് തന്നിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും നമുക്കാവുന്നില്ല. കാരണം അത്രയധികം മാലിന്യങ്ങളാണ് വേസ്റ്റ് ആയിട്ട് വീടുകളിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഒരു വണ്ടി കൂടി നമ്മൾ വാങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആരും അതിനെ എതിർത്തിട്ടില്ല. അതും നമുക്ക് 30% പൈസ വെച്ചാൽ മതി. വേസ്റ്റിന്റെ ഒരു വണ്ടി കിട്ടി കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് അന്നത്തെ മാലിന്യം അന്ന് എടുത്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.